ഈ അച്ചായന്റെ ഒരു ഒടുക്കത്തെ കുമ്പസാരം അരമണിക്കൂറായി. ഒടുക്കത്തെ തന്നെന്നാ എനിക്കും തോന്നുന്നേ. അടുത്ത കൊല്ലം മാർഗരറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അച്ചായൻ പിന്നെയും തുടങ്ങി. നിനക്കെല്ലാം തമാശ. കളിച്ചു നടന്നു. ഒറ്റയ്ക്കാവുമ്പോ നീ പഠിക്കും. ഉടനെ നമുക്കൊരു പെണ്ണ് നോക്കാം. പെണ്ണിനെയൊക്കെ നോക്കിയിട്ട് അച്ചായൻ തന്നെ അങ്ങ് കെട്ടിയാ മതി. ഇനി ഞാൻ മരിച്ച നീ നന്നാവുന്ന ദൈവം നിശ്ചയമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. വക്കീൽ സാറേ, നമ്മുടെ തട്ടു സോമന്റെ കേസ് എന്തായി? അവന് ഇന്നലെ ജാമ്യം കിട്ടി. സാറുള്ളതാ അവന്റെ ഒരു ബലം. എന്ത് പോക്കറത്തനം കാണിച്ചാലും സാറ് ജാമ്യം ഒപ്പിച്ചു കൊടുക്കും. പപ്പയുടെ കക്ഷികളല്ലേ, ഏറ്റല്ലേ പറ്റൂ. എന്തായാലും ഇത് അവസാനത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടിരിക്കുന്നത്. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാ സാർ ഇങ്ങനെ പറയുന്നത്? അത് അവനും അറിയാം. എന്തെങ്കിലും ഗുലുമാല ഒപ്പിച്ചോണ്ട് അവൻ വീണ്ടും വരും. അല്ല കുഞ്ഞെ, എനിക്കിത് വേണം. ആ ശർമ്മ വക്കീലിന്റെ ഗുമസ്തൻ സുഖമില്ലാതെ കിടന്നപ്പോ നാഴിക്ക് 40 വെട്ടം തേരാ പാരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ ഞാൻ വേണമായിരുന്നു. ഇന്ന് എന്നപ്പോ കാണാൻ അയാൾ വന്നിരിക്കുന്നു. വല്ലതും തടയുമല്ലോ എന്ന് കരുതിയാ ഞാൻ അങ്ങോട്ട് ചെന്നത്. അയാൾ എനിക്കിട്ടൊരു രാഗവിസ്താരം സരിഗമാന്ന്. അപ്പോ രാവിലെ തന്നെ കിട്ടേണ്ടത് കിട്ടി. പിന്നെ ഇത് രാവിലെ ആ കൊറിയറാളൻ പയ്യെ കൊണ്ടുവന്നതാ. ചായക്ക് പറയട്ടെ. അതെ, 2 എണ്ണം
Hello. പെരേര, Yes. Francis Pereira holding. ഞാൻ ജീവൻ, അഡ്വക്കേറ്റ് ജീവൻ. എനിക്ക് കൊറിയറിൽ ഇന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് Yes, yes. Good morning, Mr. ജീവൻ. നേരിലൊന്ന് കാണണമായിരുന്നു. വളരെ സീരിയസ് മാറ്ററാണ്. അല്ല, ഒരു മീറ്റിംഗ് പ്ലേസ്. ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ ജവഹർലാലിൽ വന്നിട്ട് ജവഹർ നഗറിൽ വന്നിട്ട് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ ഇപ്പോൾ വരാം. മിസ്റ്റർ ഫ്രാൻസിസ് പെരേര, യെസ്. ഞാൻ ജീവൻ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. പ്ലീസ് കം. വരൂ, ഇരിക്കാം. താങ്ക് യു സർ. കുടിക്കാൻ എന്താ? കോഫി, ടീ? നോ താങ്ക്സ്. എന്തിനാണ് വിളിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ജീവന് ധൃതി ഉണ്ടല്ലേ? ജസ്റ്റ് എ മിനിറ്റ്. Hello, Mr. Jeevan Advocate, അല്ലേ? യെസ് സർ. Nice to meet you. Please be seated. May I see your identity card? ഷുവർ സർ. ഞാൻ ശരചന്ദ്ര വർമ്മ, ഒരു NRI ആണ്. ഐ ആം ഫ്രം ദ US. കേരളവുമായുള്ള ബന്ധം മുറിഞ്ഞിട്ട് നീണ്ട 30 വർഷം തികയുന്നു. വല്ലപ്പോഴും ഒരു ഫ്ലാഷ് വിസിറ്റ്. താങ്ക് യു സർ. ഇപ്രാവശ്യത്തെ വരവിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം സാധിക്കുന്നതിന് വേണ്ടിയാണ് മിസ്റ്റർ ജീവന്റെ സഹായം വേണ്ടത്. ഒരു സഹായമായി ഇതിനെ കണക്കാക്കണ്ട, പ്രതിഫലമുള്ള ഒരു ജോലിയായി കണ്ടാൽ മതി. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഇതുവരെ പറഞ്ഞില്ല. യെസ് യെസ്, ഐ എം കമ്മിങ് ടു ഇറ്റ്. വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു എസ്റ്റേറ്റ് വാങ്ങി, ബിനാമിയായിട്ട്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. പക്ഷേ അതൊരു മൈനർ ഇൻവോൾവ് പ്രോപ്പർട്ടി ആയിരുന്നു. പരസ്പരമുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ആ ഇടപാട് നടന്നത്. മൈനർ പാർട്ടി മേജറായപ്പോൾ ഞാൻ വന്നു, ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ അയാളെ കാണാൻ കഴിഞ്ഞില്ല. കാരണം? കാണാനില്ല. വീട്ടിൽ നിന്ന് പോയ അയാളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് അയാളെ കാണണം. ഈ എസ്റ്റേറ്റ് ഇപ്പോൾ വിൽക്കാനായില്ലെങ്കിൽ എൻ്റെ പ്ലാനുകളെല്ലാം തകരും. കോടികൾ തന്നെ നഷ്ടമായേക്കും. 15 വർഷം മുമ്പ് കാണാതായ ഒരാളെ ഇപ്പൊ എവിടെ പോയി തരയാനാ? യു ഡോണ്ട് എക്സ്പെക്ട് മീ ടു ആൻസർ ദാറ്റ്, ഡു യു? ലുക്ക്, താങ്കൾ ചോദിക്കുന്ന പ്രതിഫലം ഞാൻ തരാം, ഒരു പക്ഷേ അതിൽ കൂടുതലും. സത്യം പറഞ്ഞാൽ ഇതെന്റെ ജോലിയുടെ പരിധിയിൽ വരുന്നതല്ല. കേട്ടെടുത്തോളം ഇതൊരു ഡിക്റ്റേറ്റീവിനെ ഏൽപ്പിക്കേണ്ട കേസാണ്. ഞാനത് ട്രൈ ചെയ്തതാണ്. യാതൊരു വിവരങ്ങളും ഇല്ലാതെ ഒരാളെ തപ്പിപ്പിടിക്കാന്ന് പറഞ്ഞാൽ? എനിക്ക് നേരിട്ട് അന്വേഷിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങളെപ്പോലെ സമർത്ഥനും അധികം ബിസിയുമല്ലാത്തൊരു വക്കീലിനെ അന്വേഷിച്ചത്. ഒരു വക്കീലിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും തെളിഞ്ഞാലോ? നേരിട്ട് അന്വേഷിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ബിനാമിയായിട്ടാണ് വസ്തു വാങ്ങിയതെന്ന്. ലിസൺ, മിസ്റ്റർ ജീവൻ ഈ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. എൻ്റെ ഐഡൻറ്റിറ്റി പുറത്തു വരരുത്. അന്വേഷണം രഹസ്യമായിരിക്കണം. അതിനുള്ള പോം വഴി ജീവൻ തന്നെ കണ്ടുപിടിക്കണം. ഐ ഡോണ്ട് വാണ്ട് എനി ടാക്സ് പീപ്പിൾ ബിഹൈൻഡ് മീ. ഓക്കെ, കീപ് ഇറ്റ്. വിനോദ്. യെസ്, വിനോദ്. വെയിറ്റ്, ഇനി അഥവാ അയാൾ ജീവിച്ചിരിപ്പില്ലെങ്കിലോ? എങ്കിൽ അത് കൺഫേം ചെയ്ത് ആ റെക്കോർഡുകൾ തപ്പിയെടുക്കണം. ദിസ് ഈസ് എ ടോക്കൺ അഡ്വാൻസ്, ₹10,000.
ഞാൻ ഇവിടെ തന്നെ കാണും. അന്വേഷണത്തിന്റെ പുരോഗതി അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കും. പറയത്തക്ക കേസൊന്നും ഇല്ലാതിരിക്കുന്ന സ്ഥിതിക്ക് ഇതൊരു മഹാഭാഗ്യം ആണെന്ന് മാത്രം കരുതിയാൽ മതി. ഇത്തിരി മെനക്കെട്ടിട്ടാണെങ്കിലും കാണാതായ ഒരുത്തരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതത്ര നിസ്സാര കാര്യമൊന്നുമല്ലോ. അഥവാ ഇത്തിരി ബുദ്ധിമുട്ടിയാലും അതിനുള്ള ഫീസ് വാങ്ങാമല്ലോ. കോടതി കയറി ഇറങ്ങുകയും വേണ്ട. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോ ഇനി ഈ പറയുന്ന ആളിന് എന്തെങ്കിലും അപായം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മരണം തന്നെ. എന്റെ ദേവി, അങ്ങനെ ഒന്നും സംഭവിച്ചിരിക്കല്ലേ. അങ്ങനെയെങ്കിൽ അങ്ങനെ, പക്ഷേ അത് വ്യക്തമായ തെളിവുകളോടെ സ്ഥിരീകരിക്കണം. മഹാലക്ഷ്മിയാണ് വന്നു കയറിയിരിക്കുന്നത്. ഇനി ഒട്ടും അമാന്തിക്കണ്ട, നമുക്ക് അന്വേഷണം അങ്ങ് ആരംഭിക്കാം. എന്താ അമ്മേ, എന്താ നോക്കുന്നേ? കുന്തം ദേ എന്റെ വായിന്നൊന്നും കേക്കണ്ട. ഇവിടെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു കിന്നാരം. അമ്മേ, കിട്ടി. കിട്ടിയോ? എവിടെ? അമ്മ എന്താ കണ്ടില്ലാന്ന് പറഞ്ഞേ? കുന്തല്ലേ? ദാണ്ടേ. നിന്നെ ഞാൻ ഓടി അവിടുന്ന്. എവിടെന്താ വെടിയുണ്ടാ പന്നിയെ പോലെ? അത് ശരി, അമ്മയും മോളും കൂടെ ഓടി കളിക്കാനല്ലേ? എന്ത് പറഞ്ഞാലും തറുതലേ പറയൂ. അത് പിന്നെ നിന്റെ മോളല്ലേ? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. അങ്ങനെ അങ്ങ് പോയാലോ? സാറിരിക്കും. പെട്ടെന്ന് ഊണ് ശരിയാക്കണ ഒരു യാത്രയുണ്ട്. യാത്രയോ? ഒരു കേസിന്റെ ആവശ്യത്തിന്. ആഹാ, രേവതി എന്തിനാ അമ്മയോട് വഴക്കിട്ടത്? വെറുതെ, അതിടയ്ക്കുള്ളതാ, ഒരു രസം. ആട്ടെ, റിസൾട്ട് വന്നോ? ഇല്ല, ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. അല്ല, ഇന്നതെത്ര നേരത്തെ? കോടതിയില്ലേ? ഒരിടം വരെ പോകുന്നു. അപ്പൊ കൊറേ ദിവസം കഴിയുമോ വരാൻ? ചിലപ്പോ ഒരാഴ്ച കഴിയും. ഒരാഴ്ചയോ? ക്രോസ് വിസ്താരം നമുക്ക് ഇനി എന്തെങ്കിലും കഴിച്ചതിന് ശേഷം. പിന്നെ ആ കാഴ്ച എണ്ണ എടുത്ത് വെക്കാൻ മറക്കണ്ട. അതെ, പുന്നാര മോളോട് പറഞ്ഞാ മതി. അപ്പോ ഒരു ദേശാടനത്തിന് തന്നെയാണ് പ്ലാൻ. സർവ പാപ പരിഹാരാർത്ഥം ഒരു തീർത്ഥാടനമൊന്ന് കൂട്ടിക്കോ. മോളെ, ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയത്തിന് മോൾ അച്ഛന്റെ പെട്ടിയൊക്കെ ഒന്ന് ഒരുക്കി വെക്ക്. പിന്നെ ആ എണ്ണയും കുഴമ്പ് കൊടുത്ത് വെക്കാൻ മറക്കണ്ട. അപ്പൊ അച്ഛന് പോകുന്നോ? പിന്നെ ഗുമസ്തനില്ലാതെ വക്കീല് മാത്രം പോയിട്ട് എന്താ കാര്യം? തല വക്കീലിന്റേതാണെങ്കിലും കൈ ഗുമസ്തന്റേതല്ലേ, അല്ലേ സാറേ? വിചാരണ കഴിഞ്ഞെങ്കിലേ ഊണ് കഴിക്കാം. വിനോദ്, തെക്കും ഭാഗത്ത് വീട്, കുറ്റിക്കാട്ടുകര പീവോ, പുനലൂർ. അതെ, ഈ മേൽവിലാസം എവിടെയാണെന്ന് പറഞ്ഞുതരാമോ? അതെ, ഇവിടെ നിന്ന് കുറച്ച് വടക്കോട്ട് നടന്നു പോയാലേ പടിഞ്ഞാറോട്ടൊരു വെട്ടുവഴിയുണ്ട്. അതിൽ 4ാമത്തെ വീടാ. അല്ല, ഈ വടക്കും പടിഞ്ഞാറും അല്ലാതെ ഇടതും വലതുമായിട്ട് പറഞ്ഞാൽ വലിയ ഉപകാരം. കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. അല്ല, എവിടെന്നാ? ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. എന്ന് വെച്ചാ കുറച്ച് ദൂരെന്നാ. ഒന്ന് വഴി ചോദിച്ചതിന് കുടുംബ ചരിത്രം മുഴുവൻ അറിയണം. എനിക്കങ്ങ് ചൊറിഞ്ഞു വന്നതാ. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നല്ലേ കേശുള്ള ചേട്ടാ? അതൊക്കെ ശരി തന്നെ.
അതാവുന്ന നിപ്പോണ്ട് ഇപ്പൊ അറിയാം നാട്ടുമ്പുറത്തിന്റെ നന്മ. അയാളോടൊന്ന് ചോദിക്കാം. ചേട്ടാ, ഈ മേൽവിലാസം എവിടെയാണെന്ന് പറയോ? അല്ല, പറഞ്ഞാ മതി. സാക്ഷരത. വിനോദ്, തെക്കുംഭാഗത്ത് വീട്, കുറ്റിക്കാട്ടുകര. ആ കാണുന്ന രണ്ടാമത്തെ വീടാ. ആ എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലം. എവിടെയോ കണ്ടു മറന്ന പോലെ. വല്ല സിനിമയിലോ TV സീരിയലിലോ കണ്ടു കാണും. ഈ TV സീരിയലുകാർ പടം പിടിക്കാത്ത ഒരൊറ്റ സ്ഥലവും ഇനി കേരളത്തിൽ ഇല്ല. ആരാ? വിനോദിന്റെ അമ്മയല്ലേ? അതെ, മനസ്സിലായില്ല. ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്നാ, പത്രക്കാരാ, കേരള ഭൂമിന്ന്. വരൂ. ഓ, എന്താ കാര്യം? അത് ഞങ്ങള് പത്രമാസികയ്ക്ക് വേണ്ടി ഒരു ഫീച്ചർ തയ്യാറാക്കുന്നുണ്ട്. കാണാതായവരെ കുറിച്ച് ഒരു പരമ്പര. വിനോദിനെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത്. ഞാൻ ജീവിക്കുന്നത് തന്നെ അവൻ വരുമെന്ന പ്രതീക്ഷയില. ഞങ്ങൾ അന്വേഷിക്കാം. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. വർഷങ്ങളായി ഞാൻ തീ തിന്നുകയാ. ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തു കാത്ത് ഞാൻ മടുത്തു. വയ്യ, ഇനി ഈ കാത്തിരിപ്പ് വയ്യ. തിരക്കാത്ത സ്ഥലങ്ങളില്ല, നേരാത്ത വഴിപാടുകളില്ല. എന്തെങ്കിലും അവൻ മരിച്ചുപോയെന്നെങ്കിലും. എല്ലാം ഓർത്തപ്പോ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. 15 വർഷം, 15 വർഷവും 3 മാസവും. അമ്മയുടെ അഭിപ്രായത്തിൽ ഈ തിരോധാനത്തിന് പിന്നിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഒന്നുമില്ല. വീട്ടിൽ വല്ല വഴക്കോ പിണക്കമോ അങ്ങനെ വല്ലതും? അങ്ങനെയൊന്നുമില്ലായിരുന്നു. പോകുന്നതിന് മുൻപ് അവന് വളരെ മൗനായിരുന്നു. എന്തായിരുന്നു കാരണം? അമ്മ ചോദിച്ചില്ലേ? ചോദിച്ചു. ഒന്നുമില്ല. ഓഹോ, 2-3 ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാ. എന്താ നിനക്കൊരു മിണ്ടാട്ടല്ലായ്മ? ഞാനെന്താ എപ്പോഴും പാടിക്കൊണ്ടിരിക്കണോ? എന്നെ ഒന്ന് വെറുതെ വിടാമോ? പിന്നെ ഈ ഇടയായി നമ്മുടെ മോന് എന്തോ ഒരു മാറ്റം വന്നിട്ടുള്ളത് പോലെ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നത്. കുട്ടികളാവുമ്പോ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും കാണും. നീ അതൊന്നും ചോദിച്ച് അവനെ വെറുതെ വിഷമിപ്പിക്കാതെ. അല്ലെങ്കിൽ എപ്പോഴും അവന്റെ വശം പിടിക്കലാണല്ലോ പതിവ്. ഞാൻ പോട്ടെ. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ ഇങ്ങ് വരണം. 10ാം ക്ലാസ്സിലായി, മറക്കണ്ട. എന്തായി? ഇല്ല, അവിടെ എങ്ങും ചെന്നിട്ടില്ല. കിരണിനെ കണ്ടോ? ആ, അവൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? നീ കരയാതെ, നേരം വിളിക്കട്ടെ, നമുക്ക് അന്വേഷിക്കാം.
അവന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടു. ആർക്കും ഒരു പിടിയില്ല. സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുത്തു, പിന്നെ പത്രത്തിൽ. പിന്നീട് ഇതുവരെ അവനെ കണ്ടിട്ടില്ല. കാത്തിരിപ്പിന്റെ 5-ാം വർഷം അച്ഛൻ മരിച്ചു. എല്ലാം അവസാനിപ്പിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലരും ഇതുപോലെ വന്നുപോയി, വരേണ്ടവൻ മാത്രം. 2-3 മാസത്തിന് മുമ്പുള്ള കാര്യമായിരുന്നെങ്കിൽ ശരി. ഇത് 10-15 വർഷത്തിന് മുമ്പ് കാണാതായ ഒരുത്തനെ തേടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസവുമുള്ള ചെറുപ്പക്കാരനായ SI ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പഴയ താപ്പാനുകൾ വല്ലതും ആയിരുന്നെങ്കിൽ നമ്മൾ വിവരം അറിഞ്ഞനെ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ കുരിശ് ഏറ്റെടുക്കണ്ടായിരുന്നു എന്നാ ഇപ്പൊ മനസ്സിൽ. എനിക്കും അങ്ങനെയാ തോന്നുന്നേ. ഓഹോ, രാവിലെ കേസ് വന്നപ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച എന്നോട് മഹാലക്ഷ്മിയാണ്, മഹാഭാഗ്യമാണെന്നൊക്കെ ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ അല്ലേ? അപ്പോ ഇതൊരു എഴുതിത്തള്ളിയ കേസാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ത്രീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അവരുടെ സംസാരത്തിൽ നിന്ന് വീട്ടിലുള്ള പ്രശ്നമല്ല, പിന്നെന്താണ്? എന്താ വിനോദിന് സംഭവിച്ചത്? നമുക്ക് സ്കൂളിൽ തിരക്കിയാൽ വല്ല വിവരവും? വിനോദിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ കണ്ടുപിടിക്കണം. അവർക്ക് എന്തെങ്കിലും അറിയാൻ കഴിയും, വീട്ടുകാർക്ക് അറിയാത്തത്. അതിന് കൂട്ടുകാരെ എങ്ങനെ കാണും? അവരൊക്കെ ഇപ്പൊ എവിടെ ആയിരിക്കും? വീട്ടിൽ തിരക്കണം. ഏറ്റവും അടുത്തവരെ അവർക്കറിയാതിരിക്കില്ലല്ലോ. അപ്പോ നമുക്ക് അങ്ങോട്ടൊന്ന് വിളിക്കണ്ടേ? എങ്ങോട്ട്? നമ്മുടെ അമേരിക്കക്കാരനെ വിളിച്ചിട്ട് എന്ത് പറയാനാ പിള്ളച്ചേട്ടാ? നിന്നിടത്തുനിന്ന് അനങ്ങിയിട്ടില്ല. നാളെ എന്തായാലും വിനോദിന്റെ കൂട്ടുകാരെ കണ്ടുപിടിക്കണം. അങ്ങനെ പറയത്തക്ക കൂട്ടുകാരൊന്നും അവനുണ്ടായിരുന്നില്ല. അച്ഛൻ തന്നെ ഒരു കൂട്ടുകാരനെ പോലായിരുന്നു. കഥ പറയാനും കൂട്ടുകൂടാനും എന്നും അച്ഛനൊപ്പം ഉണ്ടായിരുന്നു. ഈ സമപ്രായക്കാരെങ്കിലും, ഐ മീൻ കൂടെ പഠിച്ചവർ? കിരൺ എന്ന് പറയുന്ന കുട്ടിയോടായിരുന്നു അവന് കൂടുതൽ ഇഷ്ടം. ഇടയ്ക്കിടെ അവനോട് വരുമായിരുന്നു. കിരൺ? ഈ കിരൺ ഇപ്പൊ എവിടെയാണെന്നറിയോ? എക്സ്ക്യൂസ് മീ, മിസ്റ്റർ കിരൺ? അതെ, ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്നാ. ഞാൻ ജീവൻ. എന്റെ പേര് കേശവുള്ള. എന്താ വിശേഷിച്ച്? ഞങ്ങൾക്ക് കിരണിനോട് അല്പം സംസാരിക്കാനുണ്ട്. എന്ത്? കിരണിന്റെ ഒരു സുഹൃത്ത് വിനോദില്ലേ? അതെ, ഓഡിയോ സെന്റർ നടത്തുന്ന വിനോദ്. അവനെന്ത് പറ്റി? അതല്ല, 15 വർഷം മുമ്പ് കാണാതായ വിനോദ്. ഓ, വിനോദ്. അറിയാമോ വിനു ഇപ്പൊ എവിടെയാന്ന്? ഇല്ല, ഞങ്ങൾ അന്വേഷിക്കുകയാണ്. നിങ്ങൾ? ഞങ്ങൾ പത്രക്കാരാ, കേരളഭൂമിന്ന്. ഞങ്ങൾ ഈ കാണാതായവരെ പറ്റി ഒരു ഫീച്ചർ തയ്യാറാക്കുന്നുണ്ട്. വിനോദിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴാ കിരണിനെ പറ്റി അറിഞ്ഞത്. അതാ ഞങ്ങൾ വന്നത്. വരൂ, നമുക്കൊരു ചായ കുടിക്കാം. കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരുന്നു ഞങ്ങൾ. പക്ഷേ അവനെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ? കിരൺ അറിയാവുന്ന പറയൂ. ഒരുപക്ഷെ നമുക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും അതിൽ കാണും. വീട്ടുകാരെക്കാൾ ഒരു വ്യക്തിയെ കൂടുതൽ അറിയുന്നത് കൂട്ടുകാരല്ലേ? വിനോദ് നല്ലൊരു കൂട്ടുകാരനായിരുന്നു. അവൻ അധികം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. ആരുമായും അത്ര എളുപ്പത്തിൽ അടുക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല അവൻ. അടുത്തു കഴിഞ്ഞാലോ വളരെ ക്ലോസ് ആവും. പിന്നെ ചെറിയ കാര്യം മതി പിണങ്ങാൻ. അതുപോലെ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും. ശരിക്കും ഒരു തൊട്ടാവാടി. ഈ വിനോദിനെ കാണാതാവുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അവൻ വളരെ ഗ്ലൂമി ആയിരുന്നു അറിയാൻ കഴിഞ്ഞു. അതിന് പ്രത്യേകിച്ച് കാരണമല്ലതും അറിയില്ല. കിരൺ എന്താ കാര്യം ചോദിച്ചില്ലേ? ചോദിച്ചു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പക്ഷെ പറയണ്ടേ? അവനായിട്ട് പറയുന്നതാ അവൻ്റെ ശീലം. ചോദിച്ചാ ഒന്നുമില്ലെന്നേ പറയൂ. പിന്നെ അവനെ തിരക്കി അവൻ്റെ അച്ഛൻ വന്നപ്പോഴാ ഞാൻ വിവരം അറിയുന്നത്. ഈ വിനോദിന് ശത്രുക്കളാരെങ്കിലും? ഹേയ്, അങ്ങനെയൊന്നുമില്ല. അവനൊരു പാവമാണെന്നേ. പ്രേമത്തിന്റെ ഊരാ കൊടുക്കുമല്ലതും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ? അല്ല, പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഇന്നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു ട്രീസ. എല്ലാ ആൺകുട്ടികൾക്കും അവളോട് പ്രേമമായിരുന്നു. പക്ഷെ അത് അവളോട് പറയാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. 9ാം ക്ലാസ്സിൽ 3 കൊല്ലം പഠിച്ചിട്ട് 10ലെത്തിയതായിരുന്നു ട്രീസ.
പഠിക്കാൻ മിടുക്കനായിരുന്ന വിനോദിനോട് അവൾ ചങ്ങാത്തത്തിലായിരുന്നു. പക്ഷെ അത് പ്രേമമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ട്രീസ ഇപ്പൊ എവിടെ ഉണ്ട്? അവളുടെ കല്യാണം കഴിഞ്ഞു. കുറെ നാൾ ഗൾഫിലായിരുന്നു. ഇപ്പൊ ഇവിടെയുണ്ട്. പുത്തൻതെരുവ് വീട് വെച്ച് താമസിക്കുക. എപ്പോഴായിരുന്നു കല്യാണം? വിനോദ് പോയ ശേഷമല്ലേ? അതെ, പക്ഷെ അവൻ പോകുന്നതിന് മുമ്പ് മനസ്സമ്മതം കഴിഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. പേടിക്കണ്ട, ട്രീസയുടെ പേരോ മേൽവിലാസമോ പുറത്തറിയില്ല. പറഞ്ഞോളൂ. അങ്ങനെ പറയാനും വേണ്ടിയൊന്നുമില്ല. കാണാതായതിനു ശേഷം ആ കുട്ടിയെക്കുറിച്ച് പിന്നീട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്റെ കല്യാണത്തിന് മുമ്പേ കണ്ടതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ 15 വർഷം കഴിയുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഖത്തറില, ഗൾഫിൽ. കല്യാണത്തിന് മുമ്പെന്ന് പറയുമ്പോ എത്ര മാസം മുമ്പാ വിനോദിനെ അവസാനമായി കണ്ടത്? കല്യാണത്തിന് 6 മാസം മുമ്പായിരുന്നു മനസ്സമ്മതം. അതിനും 1 മാസം മുമ്പാണ് ഞാൻ വിനോദിനെ അവസാനമായി കാണുന്നത്. അപ്പോ എൻഗേജ്മെന്റിന്റെ കാര്യം വിനോദിന് അറിയാമായിരുന്നോ? അറിഞ്ഞു. അതാണ് എനിക്ക് ഇനിയും മനസ്സിലാവാത്തത്. അങ്ങനെ ഒരു പെരുമാറ്റം വിനോദിൽ നിന്ന് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. എങ്ങനെ? എന്നിട്ട് ട്രീസ എന്ത് പറഞ്ഞു? എന്തു പറയാൻ? വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞു. എന്ത് വരട്ടെ എന്ന്? പുള്ളിക്കാരൻ വരട്ടെ എന്ന്. വന്നിട്ട് നോക്കട്ടെ, പരസ്പരം ഇഷ്ടപ്പെടണ്ടേ? ഇഷ്ടപ്പെട്ടാൽ? ഇഷ്ടപ്പെട്ട മനസ്സമ്മതം, കല്യാണം, അതൊക്കെ പപ്പയും മമ്മിയും നോക്കിക്കൊള്ളും. ചതിയാണിത്, ചതി. വിനോദ്, എന്താ ഈ പറയണേ? ട്രീസയ്ക്ക് കല്യാണത്തിന് ഇഷ്ടമാണോ? എന്നായാലും ഒരു കുരിശ് ചുമന്നേ പറ്റൂ. അത് എത്രയും നേരത്തെ ആയിക്കോട്ടെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അതിന് സാറിന്റെ സമ്മതം ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. ഞാൻ ട്രീസ ഇഷ്ടപ്പെട്ടതും ആരെയും സമ്മതം ചോദിച്ചിട്ടല്ലോ. അതിനെന്താ, ഇപ്പോഴും ഇഷ്ടമല്ലേ? ആ ഇഷ്ടം ഇങ്ങനെ പിരിയാൻ പറ്റുന്നതല്ല. മനസ്സിലായില്ല. എനിക്ക് ട്രീസയെ പിരിയാൻ കഴിയില്ല, ഒരിക്കലും. വിനോദ്, എനിക്കിത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പക്ഷേ പലപ്പോഴും ഞാനിത് പറയണമെന്ന് വിചാരിച്ചാണ്. എനിക്ക് ട്രീസ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് കല്യാണം കഴിക്കാം. അയ്യടാ, കല്യാണം കഴിക്കാൻ പറ്റിയൊരു ചെറുക്കൻ മുട്ടേന്ന് വിരിഞ്ഞില്ല. വല്ല സിനിമയും കണ്ടേച്ചു. ശരി, നമുക്കിവിടെ വെച്ച് പിരിയാം. നമ്മൾ ഇനി കാണില്ല. ഞാൻ പോകും എങ്ങോട്ടെങ്കിലും. വിനോദ്, വിനോദ്. പിന്നീട് വിനോദ് എന്നെ കാണാൻ ശ്രമിച്ചില്ല. ഞാനും. പിന്നെ അറിയണത് നാട് വിട്ടെന്നാണ്. അതിനുശേഷം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും? എന്നുവെച്ചാൽ കത്തിടപാടുകളോ അങ്ങനെ വല്ലതും? ഏയ്, ഞാൻ പറഞ്ഞല്ലോ, കാണാതായ ശേഷം ഒരു വിവരവുമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, പിന്നെ കാണാം. പിന്നെ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എന്നെ കൂടെ ഒന്ന് അറിയിക്കണം. കിരണിനോട് പറഞ്ഞാൽ മതി. വെറുതെ ഒന്ന് അറിയാൻ. വെറുതെ ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. ഇത് ഒരിടത്തും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ കൊണ്ടാവുന്നതൊക്കെ നമ്മൾ ചെയ്തു. അവിടെ ചെന്ന് അയാളെ കണ്ട് കാര്യം പറയണം. എന്ത് പറയാൻ? ഇത്ര അന്വേഷിക്കാൻ ഒരു വക്കീൽ എന്തിനാ? ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കഴിയണം. അതിനാ നമ്മൾ ഫീസ് വാങ്ങിക്കുന്നത്. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ലോറൻസ് സാർ ഉണ്ടായിരുന്നെങ്കിൽ. ഛേ, ആകെ ഒരു വാലും നൊമ്പൂല്ലാത്ത അവസ്ഥ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ആറ്റുവരമ്പത്തൊരു ചിന്നക്കണിയാരുണ്ട്. അവന്റെ അച്ഛൻ ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുള്ളവനാ. നമുക്ക് അവനെ ഒന്ന് കാണാം, പ്രശ്നം വയ്പ്പിച്ച് നോക്കാം. ആളെവിടെ ഉണ്ടെന്ന് കിളി കിളി പോലെ അവൻ പറയും. ഞാൻ നോക്കിയിട്ട് ഇനി അതേ ഒരു വഴിയുള്ളൂ. വീട്ടിൽ പോകാൻ തിടുക്കമായോ ചേട്ടാ? അതല്ല, വെറുതെ നേരം കളയുന്നതിനേക്കാൾ നല്ലത്. ഇത്രയും നാളായിട്ട് ഒരറിവില്ലാത്ത സ്ഥിതിക്ക് അയാൾക്ക് എന്തെങ്കിലും അപകടം? എല്ലാം ഒരു യോഗമാ. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചാലും യോഗമില്ലെങ്കിൽ ഒരു കാര്യമില്ല. ആ അച്ഛന്റെ മരണം മകനെ കാണാത്ത ആദ്യമായിരിക്കും. കൂട്ടുകാരനെ പോലെ കൊണ്ടു നടന്ന ആളല്ലേ, അത് പെട്ടെന്നില്ലാതാവുമ്പോ? ആ സ്ത്രീയോ, അവരുടെ മുഖം കണ്ണീന്ന് മായുന്നില്ല. എന്തുമാത്രം വേദന അവരനുഭവിച്ചു കാണും. എന്തായാലും ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. അപ്പോഴേക്കും റൂം ബോയ് വിളിച്ച് ബില്ല് കൊണ്ടുവരാൻ പറ. 1 2 അല്ല,
എത്ര സമയമെടുക്കുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. വീട്ടിൽ പോയി അമ്മയെ കണ്ടു. കണ്ടോ? എന്നിട്ട് എന്ത് പറഞ്ഞു? ആകെ തളർന്നൊരമ്മ. ഒന്നും പ്രത്യേകിച്ച് പറയാൻ അവർക്കില്ല. അയാൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് അവരിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞില്ലേ? എന്തു പറയാൻ, ഉത്തരമില്ലാത്ത ചോദ്യം പോലെയാണ് അവർക്ക് മകന്റെ കാര്യം. പിന്നെ അവന്റെ കൂട്ടുകാരൻ കിരൺ, ആർക്കും നല്ലൊരു ക്ലൂ തരാൻ കഴിഞ്ഞിട്ടില്ല. നാട് വിടാൻ കാരണം പ്രേമനൈരാശ്യമാണെന്ന് മാത്രം അറിയാൻ കഴിഞ്ഞു. ട്രീസ എന്നൊരു പെൺകുട്ടിയാണ് നായിക. ഒരു ടീനേജ് ഫാന്റസി. അത് ശരി. പിന്നെ പിന്നെയെന്ന് ചോദിച്ചാൽ അവിടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുക. സാധാരണഗതിയിൽ മോഹഭംഗത്തിൽ നിന്നും വിട്ട് മടങ്ങിയെത്താനുള്ള സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. നാട് വിടാൻ ഒരു പ്രേരണ മാത്രമായിരിക്കും അത്. അതിനുശേഷമുള്ള സംഭവങ്ങൾ അറിയണം. അവിടെയാണ് പ്രശ്നം. നാട് വിട്ടുപോയി എവിടെയെങ്കിലും ജീവിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ എന്തെല്ലാം ആധുനിക സജ്ജീകരണങ്ങളുണ്ട്. ഓപ്പണായിട്ടങ്ങ് ഇറങ്ങണം. എനിക്ക് കഴിയാത്ത അതാണ്. പ്രതിഫലം വാങ്ങി ചെയ്യുന്ന ജോലി, അതിനൊരു പുരോഗമനം ഇല്ലാതെ വരുമ്പോൾ അതാണ് മറ്റൊരു വിഷമം. അതിനെക്കുറിച്ചൊരു വിഷമവും വേണ്ട. കാശ് വേണമെങ്കിൽ ഇനിയും തരാം. അതൊരു വിഷയമാക്കണ്ട. നോ, ആദ്യം ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാകട്ടെ. നാളെ ആശുപത്രികളിൽ അന്വേഷണം തുടങ്ങുക, അതുകൂടെ നോക്കട്ടെ. വെരി ഗുഡ്. നിങ്ങൾ വിജയിച്ചാൽ ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയൊരു സമ്മാനം. താങ്ക്സ് ഫോർ ദ ഓഫർ. ബട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി കാണില്ല. യു മേ ഫൈൻഡ് സമ്മൺ എൽസ്. ഓക്കെ? സാറേ, വക്കീൽ സാറേ, ഇന്നെന്താ നമ്മളെ മറന്നുപോയോ? ഹേയ്, അങ്ങനൊന്നുമില്ല. സാറിനെ കണ്ടിട്ട് തന്നെ 2 ദിവസമായല്ലോ. ഇന്നലെ നല്ല ഓവറായി കാണും. മുഖം കണ്ടാലറിയാം. വരട്ടെ. അത് ശരി. ഏത് ശരി? മാർഗം തടയപ്പെട്ടിരിക്കുന്നു. അത് ശരി. പിന്നീട് അവ്യക്തതയാണല്ലോ കാണുന്നത്. ഒന്നുകൂടെ കണ്ണു തുറന്ന് നോക്കണോ ആശാനെ? എന്നെയല്ലേ അവിടെ? പിടി തരുന്നില്ല. ആര്? മാർഗഭ്രംശം സംഭവിച്ചിരിക്കുന്നു പിള്ളേ. അജ്ഞാതന്റെ നാളും കൂറും അറിയാതെ ഫലം കാണുക വിഷമം. എന്നാ പിന്നെ ഒരു 101 റുപ്യ കൂടെ ദക്ഷിണ വയ്ക്കുക. ഇല്ല, ദക്ഷിണ നേരത്തെ വെച്ചില്ലേ? അത് പൊരുത്തം നോക്കുന്നതിനല്ലേ. പഴയ കാലമല്ല പിള്ളേ.
ഇപ്പൊ എല്ലാത്തിനും കണക്കാ. മഷീട്ട് നോട്ടത്തിൽ ആളിന് അപായമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെ പറയും? അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കർമ്മമുണ്ട്. പക്ഷെ ഒരു 3000 രൂപയാവും. എത്ര രൂപ? ഒരു 3000 രൂപ. അത്ര നിർബന്ധമില്ല. അല്ല പിള്ള ചേട്ടാ, എങ്ങോട്ടാ? എന്തോ എങ്ങോട്ടാ ഈ പോണാന്ന്? എന്റെ പപ്പ, അതറിയാമായിരുന്നെങ്കിൽ വല്ല പാടും ഉണ്ടായിരുന്നു. എല്ലാരും പോകുന്നു, ഞാനും പോകുന്നു. എങ്ങോട്ടെന്നറിയില്ലല്ലോ, യാത്ര എങ്ങോട്ടെന്നറിയില്ലല്ലോ. നീ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ ചന്തയ്ക്കാ. മാക്രി പിടുത്തം നിർത്തി കട തുടങ്ങിയതിന് ശേഷം നിന്നെ ഇപ്പൊ പകൽ വെട്ടത്ത് കാണാമെന്നായി. എല്ലാ തൊഴിലിനും അതിൻ്റെതായ ചില രീതികളില്ലേ ചേട്ടാ. പകല് നിമ്മതിയായി കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ രാത്രി കണ്ണു വിളിക്കും. കരയിലും വെള്ളത്തിലും ഒരുപോലെ കളിക്കുന്ന ജാതിയാ. കേൾക്കുമ്പോൾ എല്ലാവർക്കും പുച്ഛമാണെങ്കിലും അതൊരു നല്ല കാലമായിരുന്നു. ഏ പപ്പ, നമ്മുടെ അവറാച്ചൻ മുതലാളിയുടെ അപ്പം കുഞ്ഞുവറിയതിനെന്തായിരുന്നു പണി? പിടിത്തം, മാക്രി പിടിത്തം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അയാൾ മാക്രി വിറ്റത് നടക്കാവ് ചന്തയിലല്ല, അങ്ങ് അക്കരെ, കടലിനക്കരെ, നല്ല വെളുത്ത സായിപ്പന്മാർക്ക്. പിന്നെ എക്സ്പോർട്ടിങ് ആയി, ഇമ്പോർട്ടിങ് ആയി. എന്താ അവരാരും ബഹുമാനിക്കുന്നില്ലയോ? എന്ത് കുന്തം വിറ്റിട്ടാണെങ്കിലും ശരി, 10 പുത്തനുണ്ടെങ്കിൽ ആൾക്കാർക്കിടയിൽ വിലയാ. അതല്ലയോ എന്റെ വിഷമം. ഒരു രസ്യം ഗോള് കയ്യിൽ തടഞ്ഞിരിക്കുക. പക്ഷേ എന്താ അപ്പാ, നീ ഇതാരോടും പറയല്ലേ. ഇല്ല. 15 വർഷം മുമ്പ് കാണാതായ ഒരാളെ പിടിക്കണം. അതെന്റെ മാക്രപിടുത്തം പോലെയല്ല. ഇനി തിരക്കാനൊരു സ്ഥലവും ബാക്കിയില്ല. ആളെവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ മതി. ലോട്ടറി അടിച്ചത് പോലെയാണോ ചേട്ടാ? മനുഷ്യനെ കൊണ്ട് നടക്കാത്തത് നടക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം, ദൈവത്തെ കൊണ്ട് വിചാരിപ്പിക്കണം. അതിനെന്താ ഒരു വഴി? വഴിയുണ്ട്. നമ്മുടെ കുമാരനെ കണ്ടാ മതി. ഏത് കുമാരൻ? നമ്മുടെ ആക്രി കുമാരനെ. മരമാക്രി, നിന്നോട് വഴി ചോദിച്ച എന്നെ വേണം ചെരുപ്പെടുത്തടിക്കാൻ. എടാ, മന്ത്രം പഠിച്ചവൻ തന്ത്രിയും തന്ത്രം പഠിച്ചവൻ മന്ത്രിയുമാണ്. മന്ത്രി ചെയ്യേണ്ടത് തന്ത്രി ചെയ്താൽ കണിയാനെ പിടിച്ച് തെങ്ങിക്കയറ്റ് പോലെ ഇരിക്കും. ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഒന്നോ രണ്ടോ പറ. പ്ലാസ്റ്റിക്കും പറക്കി കിടന്ന പണ്ടത്തെ കുമാരനല്ല ഇപ്പോ ആക്രി സാധനങ്ങളുടെ കൂട്ടത്തിൽ കുമാരനൊരു പഞ്ചലോക വിഗ്രഹം കിട്ടി, ഒപ്പം സിദ്ധിയും. കുമാരൻ പറഞ്ഞ അച്ചട്ട. എന്നാ ആ കറി ഒന്ന് കണ്ടാലോ? ഓം ഹൈം ഹ്രീം ഹ്ലീം ചാമുണ്ടേശ്വരായ നമഃ. ഓം ഹൈം ഹ്രീം ഹ്ലീം ചാമുണ്ടേശ്വരായ നമഃ. ഓം ഐം ഹ്രീം അയണം നം നം. ഓം. അജ്ഞാതന്റെ പേര് വിനോദ്. നക്ഷത്രം പോരാടം. പോരാടും. എന്താ അറിയേണ്ടത്? 15 വർഷത്തിന് മുമ്പ് കാണാതായി. ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയണം. അഥവാ ജീവിച്ചിരിക്കുന്നെങ്കിൽ അതെവിടെയാണെന്നറിയണം. അജ്ഞാതനുമായുള്ള ബന്ധം? ബന്ധം സ്നേഹബന്ധം. അമ്മേ ഭഗവതി, കള്ളമോ കപടമോ കച്ചവടമോ എനിക്കില്ല. അമ്മയുടെ നേരിൽ എല്ലാം ഭദ്രം. എന്താ കേൾക്കേണ്ടത്? ചോദിക്കേണ്ടത് ചോദിക്കുക, കേൾക്കുക, ദക്ഷിണ വയ്ക്കുക. അല്ല, എത്രയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കില്ല. എത്രയുമാകാം. വെക്കാം.
ചോദിക്കാമോ? ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? ജീവിച്ചിരിക്കുന്നെങ്കിൽ എവിടെയാണെന്നറിയാമോ? എല്ലാം മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായില്ല. ഭാഷ അതൊന്ന് വ്യക്തമാക്കി തന്ന. ദൈവത്തിനോട് ഭാഷ മാറ്റി തരാൻ പറയാൻ പറ്റൂ? ഇത് ഇവിടെ നിറേ. എന്നാ പിന്നെ ദൈവത്തിന്റെ ഭാഷയെ പഠിച്ചോണ്ട് പിന്നെ വരാം. എഴുവേ. ഹലോ, എവിടെയായിരുന്നു? അങ്ങ് ദൂരെ. ഒറ്റയ്ക്കായിരുന്നോ യാത്ര? ഒപ്പം ഒരാളുണ്ടായിരുന്നു. അതാരാ? പേരില്ലാത്തൊരാള്. അങ്ങനെ ഒരാളോ? എന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ ഒരാള്. ഒരു സ്വപ്നം കാണാൻ മുൻകൂട്ടി അനുവാദമൊന്നും വാങ്ങണ്ടല്ലോ. അല്ല, അതിനും ഇനി വല്ല നിയമങ്ങളുണ്ടോ വക്കീൽ സാറേ? ഉണ്ടെങ്കിൽ എങ്കിലൊരു മുൻകൂർ ജാമ്യം തരപ്പെടുത്താൻ ഒരു വക്കീലിന് വേണമായിരുന്നു. അങ്ങനെ ഈ കേസിന് എളുപ്പം വക്കീലിനെ കിട്ടില്ല. ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. വക്കാലത്ത് ഒപ്പിടണായിരിക്കും. ഒപ്പിടണം, പക്ഷെ വക്കാലത്തിലല്ല. പിന്നെ വിവാഹ രജിസ്റ്ററിൽ. അല്ല, ഇതാര് ജീവനോ? മോളുടെ അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, കണ്ടില്ലേ? ഇല്ല. അന്വേഷണമൊക്കെ എവിടെ വരെയായി? വല്ല തുമ്പും കിട്ടിയോ? ഏയ്, അതൊരു വലിയ കുരിശ് തന്നെയാ. അത്ര വലിയ തൊന്തരവാണെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെക്കണം. ആലോചിക്കാം. ജീവൻ ഇരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? നമ്മുടെ തെക്കേക്കാവിലെ ഇന്ന് ഉത്സവം തുടങ്ങിയാണ്. ഞങ്ങളെല്ലാരും പോകുന്നുണ്ട്, വരണം. ആലോചിക്കാം. എന്താ ആലോചിക്കാനുള്ളത്? നമ്മുടെ കുടുംബക്ഷേത്രമല്ലേ? അല്ലെങ്കിലും ഈയിടെ എന്തെങ്കിലും പറഞ്ഞ വലിയ ഗമയാ. മനസ്സിനൊരു സ്വസ്ഥതയില്ല. പിന്നെ ഈ ഉത്സവങ്ങളൊക്കെ എന്തിനാ? അല്പനേരെങ്കിലും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനല്ലേ? മാത്രമല്ല, അവിടുത്തെ ദേവി വിളിച്ചാ വിളിയേക്കൊന്നാ. ആ നടേച്ചെന്നുള്ളൊരുക്കി പറഞ്ഞ നടക്കാത്ത ഒരു കാര്യമില്ല. അപ്പൊ പൊരുത്തമുണ്ട്. പൊരുത്തമുണ്ട്. പിന്നെന്താ, കൊടുക്കൽ വാങ്ങൽ അത് അവരുമായിട്ട് സംസാരിക്കണം. നമ്മുടെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാലോ. കാര്യത്തോട് അടുക്കുമ്പോ അറിയേണ്ടതൊക്കെ അവരറിയും, അല്ലെങ്കിൽ ചോദിക്കും. കൊടുക്കാൻ കഴിഞ്ഞാൽ കല്യാണം നടക്കും. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഇതെന്താ പഞ്ചായത്ത് കാര്യമാണോ? ഇടീ, കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ്. അതുപോലെ തന്നെ സ്ത്രീധനക്കാര്യവും. എന്ന് വെച്ച് ഈ നാട്ടിൽ അതൊന്നും കൊടുക്കാതെയും വാങ്ങാതെയും കാര്യങ്ങളൊന്നും നടക്കുമോ? നമ്മളെ കൊണ്ട് കഴിയുന്നത് പറയുക. അവർക്ക് സമ്മതമാണെങ്കിൽ അടുത്ത കാര്യം ആലോചിച്ചാൽ മതിയല്ലോ. അത് തന്നെ അടി ഞാനും തീരുമാനിച്ചിരിക്കുന്നേ. എന്റെ തെക്കേക്കാവിലെ ഭഗവതി, ഒരു നാഴികയ്ക്ക് മുമ്പേ എന്റെ പെണ്ണിനെ ഒന്ന് ഇറക്കി വിട്ടാൽ മതിയായിരുന്നു.
എന്തായി? ഒന്നും ആയില്ല. ഇവിടുത്തെ ആശുപത്രികളിലൊന്നും അങ്ങനെ ഒരു റെക്കോർഡില്ല. ഇനി എന്താ വഴി? ഇറങ്ങി തപ്പിയേ പറ്റൂ. നാളെ മുതൽ മറ്റുള്ള ഡിസ്ട്രിക്ട് സെന്റേഴ്സിൽ അന്വേഷണം തുടങ്ങണം. ഇത് നല്ല കഥ. ഇങ്ങനെ രാജ്യസഞ്ചാരമാണ് പരിപാടിയെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ? മറ്റന്നാളാണ് ആ കോൺട്രാക്ടറുടെ ചെക്ക് കേസിന്റെ ഹിയറിംഗ്. മറന്നോ? അവസാനം എത്തിപ്പിടിച്ചതും പോയി, കക്ഷത്തിരുന്നതും പോയി എന്ന് പറഞ്ഞ പോലെയാണ്. ആ ഇതാര് കുഞ്ഞമ്പിള്ളയോ? ഞാൻ തന്നെ അന്വേഷിച്ചിരിക്കുകയായിരുന്നത്. എടോ, താൻ അറിഞ്ഞോ നമ്മുടെ സുരേന്ദ്രൻ വക്കീലിന്റെ മകനിലെയോ സന്തോഷ്? അവനും എന്റെ മകളുമായിട്ടുള്ള വിവാഹം ഞാൻ അങ്ങ് നിശ്ചയിച്ചു. ഇത്രയും നല്ലൊരു ബന്ധം എനിക്ക് വേറെ കിട്ടൂലോ. നല്ല പൊരുത്തം. പയ്യനാണെങ്കിലോ നല്ല സ്വഭാവശുദ്ധിയും നല്ല പെരുമാറ്റവും.
ഞാൻ പറഞ്ഞുപോയി അവൻ എൻ്റെ മകനാണെന്ന്. അവർ അവൻ്റെ പേര് ചോദിച്ചപ്പോൾ അറിയാതെ ഞാൻ എൻ്റെ മകൻ്റെ പേര് പറഞ്ഞുപോയി. ലൈസൻസോ ഇൻഷുറൻസോ ഒരിക്കലും എടുക്കാൻ മെനക്കെട്ടിട്ടില്ലാത്ത എനിക്ക് ഒരു കേസ് ഒഴിവാക്കാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഇതെല്ലാം നിനക്കാ. അന്നും പതിവിലേറെ മദ്യപിച്ച ശേഷം അസ്വസ്ഥമായ മനസ്സോടെ കാർ ഓടിച്ചു വരികയായിരുന്നു ഞാൻ. ഇരുട്ടു വീണ വഴിയിൽ എവിടെ നിന്നെന്നറിയാതെ എന്റെ കാറിന്റെ മുമ്പിൽ വന്നു നിന്നു അവൻ. ഒരപകടത്തിന്റെ രൂപത്തിൽ മരണത്തിന്റെ മടിത്തട്ടിൽ നിന്നും നീട്ടിവാങ്ങിയ സമയം പോലെ അവൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു മകനെ പോലെ അല്ല, ഒരു മകനായി തന്നെ. Jesus said, I am he that liveth and was dead. Behold. മനസ്സിലായില്ലേ? I am he that liveth and was dead, and behold, I am alive forevermore. Amen. ഞാൻ ജീവിച്ചു, മരിച്ചു, പക്ഷേ ഇപ്പോഴും എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു. അവനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനായ എനിക്ക് ഒരു മകന്റെ പോയിട്ട് ഒരു ഭാര്യയുടെ സ്നേഹം തരാൻ പോലും മാർഗരറ്റ് മെനക്കെട്ടില്ല. ഒടുക്കം വിധി തന്ന സമ്മാനമോ ഇരുവരുടെയും അപകട മരണം, കൂടെ അവളുടെ ആസ്ട്രേലിയക്കാരൻ സായിപ്പും. എനിക്ക് കിട്ടിയത് ആഴ്ചകൾക്ക് ശേഷം ഒരു ചടങ്ങെന്നോണം അവളുടെ അമ്മ വിവരമറിയിക്കാൻ എഴുതിയ ഒരു കത്ത് മാത്രമായിരുന്നു. ഓർമ്മശക്തി നഷ്ടപ്പെട്ട അവനോട് കോടതികളിൽ ഒത്തിരിയേറെ കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ള ഞാൻ ഒരു കള്ളം കൂടി പറഞ്ഞു. അവൻ എൻ്റെ മകനാണെന്ന്. എങ്ങോ നഷ്ടപ്പെട്ട എൻ്റെ മകൻ, ജീവൻ. എന്താടായി കാണിക്കുന്നേ? അച്ഛൻ എന്താ ആദ്യമായി കാണുന്ന പോലെ? ഞാനൊന്ന് കണ്ടോട്ടടാ നിന്നെ. അച്ഛാ, ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എടാ, എനിക്ക് കാലിനെ കുഴപ്പമുള്ളൂ, തലക്കില്ല. തർക്കിക്കാനൊക്കെ എനിക്കും അറിയാം. മുറിവുണങ്ങുന്നവരെ മദ്യം പാടില്ല. എടാ, ഡോക്ടർമാരങ്ങനെ പലതും പറയും, അത് അവരുടെ കടമ. വേണ്ട, ഇപ്പൊ റെസ്റ്റ് എടുക്കുക. പിന്നെ ആ തർക്കിക്കാനൊന്നും ഞാനല്ല. എന്ത് കർമ്മബന്ധമാണ് കുഞ്ഞെ നമ്മളെ തമ്മിൽ ഇണക്കി ചേർത്തത്. അവനോട് മാത്രമല്ല, നാട്ടുകാരോടും എനിക്ക് അത് തന്നെ പറയേണ്ടി വന്നു. ക്രമേണ അവന്റെ ചോദ്യങ്ങളെല്ലാം കെട്ടടങ്ങി. എന്നെങ്കിലും ആരെങ്കിലും തിരക്കി വന്നാലല്ലേ അപ്പോൾ ആലോചിക്കാമെന്ന് സ്വയം സമാശ്വസിപ്പിച്ചു. എങ്കിലും വല്ലാത്ത കുറ്റബോധം മനസ്സിലെവിടെയോ നേറി തുടങ്ങി. അവന് ജന്മം നൽകിയ അച്ഛനും അമ്മയും, അവരുടെ വേദന. പക്ഷേ ഈ ജീവിതത്തിൽ, ദുശീലങ്ങളുടെ ഈ ഏകാന്തതയിൽ തൻ്റെ എല്ലാമെല്ലാമായ ജീവനെ വിട്ടുകൊടുക്കാൻ വയ്യ. എന്തെങ്കിലും സത്യമറിയുകയാണെങ്കിൽ അവൻ എന്നോട് പരിഭവം തോന്നുമായിരിക്കും. എങ്കിലും അവൻ അറിയേണ്ട ഒരു സത്യമുണ്ട്. ഞാൻ അവനെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു, അത്രയധികം സ്നേഹിച്ചിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഒറ്റപ്പെട്ടവർ ഭാഗ്യവാന്മാർ, കാരണം സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കുന്നു.
എല്ലായ്പ്പോഴും ഒറ്റയ്ക്ക്, ഒറ്റപ്പെട്ട്, സ്വാർത്ഥതയുടെ വികൃത മുഖത്തിന് കപട സ്നേഹത്തിന്റെ പുറംപൂച്ചിട്ട് അരങ്ങു തകർക്കുന്ന കത്തിവേഷങ്ങൾ. ശുദ്ധ അസംബന്ധമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. ശുദ്ധ അസംബന്ധം. അച്ചായന്റെ ഈ അലക്ഷ്യ ജീവിതവും ഒരു അസംബന്ധമല്ലേ? ഇത്രയേറെ വെറുക്കാൻ ജീവിതം എന്ത് തെറ്റാ അച്ചായനോട് ചെയ്തത്? എനിക്ക് എന്താണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്? ഈ വലിയ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ സ്വപ്നം കണ്ടൊരു ചെറിയ ലോകം. അവിടെ ഞാനും എന്റെ മാർഗരറ്റും. നിന്റെ മമ്മിയെ, മാർഗരറ്റിനെ ഞാൻ ഏൽപ്പിച്ചത് ഈ വീടിന്റെ താക്കോൽ മാത്രമല്ല, എന്റെ എല്ലാം. എന്റെ സ്വപ്നങ്ങൾ, ചിന്തകൾ, സങ്കല്പങ്ങൾ. അവൾ എനിക്ക് എന്താ തിരിച്ചു തന്നത്? വായിച്ചു മുഷിഞ്ഞ ഒരു പുസ്തകത്തെ വലിച്ചെറിയും പോലെ അവൾ എന്നെ ഉപേക്ഷിച്ച് പറന്നു. ആസ്ട്രേലിയക്കാരൻ കാമുകനുമൊത്ത് ലോകം ചുറ്റുന്നതിനിടയിൽ എപ്പോഴോ അവൾ എനിക്ക് എഴുതി മാപ്പ് കൊടുക്കണമെന്ന്. മാപ്പ്. അച്ചായ, ഇന്നിത് മതി. ഇപ്പൊ തന്നെ ഓവറാ. ഇന്ന് ഇച്ചിരി ഓവറായാലും തരക്കേടില്ല. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അച്ചായന്റെ അടവ് എനിക്കറിയരുതോ? എല്ലാ ആഘോഷങ്ങൾക്കും ഒരു കാരണം കണ്ടുപിടിക്കാൻ അച്ചായനെ ആരെയും പഠിപ്പിക്കണോ? സത്യമാണ്. ഈ ദിവസം ഞാൻ ആഘോഷിക്കാൻ പോവാ. എന്താണാവോ ഇന്നത്തെ ആഘോഷത്തിന് കാരണം? ഇന്ന് എന്റെയും മാർഗരറ്റിന്റെയും വിവാഹ വാർഷികമാണ്. ഞാനൊന്ന് ആഘോഷിക്കട്ടെ. പ്ലീസ് ഗിവ് മീ വൺ മോർ പെഗ്. പ്ലീസ് മൈ ബോയ്, പ്ലീസ്. എന്റെ മരണശേഷമെങ്കിലും നീ ഈ സത്യം അന്വേഷിക്കേണ്ടി വരുമെന്ന് എന്നും എന്റെ മനസ്സ് പറഞ്ഞിരുന്നു. ഊരും പേരും അറിയില്ലായിരുന്നു നിന്നെ. നീ വഴിതെറ്റി വന്നവനാണെന്ന് അറിയിക്കാതിരുന്നത് എന്റെ സ്വാർത്ഥത കൊണ്ട് തന്നെ. മാപ്പ്, മാപ്പ്. മോനെ നിക്കടാ അവിടെ. എന്താ ഇത്? കളയടാ. എടാ നിക്കാൻ. ഓടുവല്ലേ? നിക്കടാ അവിടെ.
അമ്മേ അമ്മേ എനിക്കും വേണം അമ്മേ. നീ എന്റെ കയ്യിൽ നിന്ന് വല്ല മേടിക്കും കേട്ടോ. അവനവന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്ന് ആഗ്രഹിക്കാൻ. ദീപുവിനും കിരണും എല്ലാം ഉണ്ടമ്മേ. എന്ന് വെച്ച് എനിക്കും വേണ്ടേ? നല്ല തല്ല നിനക്ക് കിട്ടാൻ പോകുന്നത്. എന്താ പ്രശ്നം? അവനൊരു സൈക്കിൾ വാങ്ങി കൊടുക്കണോന്ന്. അത്രേ ഉള്ളൂ. ബഹളം കേട്ടപ്പോ ഞാൻ കരുതി മറ്റെന്തോ ആയിരിക്കും. മോനൊരു സൈക്കിൾ വേണം, അത്രല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു. പക്ഷേ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? വരുന്ന പബ്ലിക് എക്സാമിനേഷന് ഫസ്റ്റ് ക്ലാസ് വാങ്ങും. വാങ്ങിയാൽ അന്ന് സൈക്കിൾ വാങ്ങി. പ്രോമിസ്? എങ്കിൽ അച്ഛൻ തോറ്റത് തന്നെ. സന്തോഷം മതി. നീ ജയിക്കാൻ അച്ഛൻ എന്നും തോറ്റ. എല്ലാം ഒരു കോയിൻസിഡൻസ് എന്ന് പറയാനേ പറ്റൂ. തികച്ചും യാദൃശ്ചികത. 15 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരാവശ്യവുമായി അമേരിക്കയിൽ നിന്നൊരാൾ വരാനും ആ ദൗത്യം ഞാൻ തന്നെ ഏറ്റെടുത്ത് ഞാനിവിടെ വരാനും. ആര്? ഒരു ശരത്ചന്ദ്രവർമ്മ. ഗർഭിണിയാണ്. അത് ഒഴിവാക്കണം. ഒഴിവാക്കിയേ പറ്റൂ. മതി. ഒഴിവാക്കേണ്ടിയിരുന്ന എന്താണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. മായേ, നീ എന്നെ മനസ്സിലാക്കണം. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമാണ്. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എല്ലാം തകരും. ശപിക്കരുത്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ ഒഴിവായി തരണം, അത്രയല്ലേ ഉള്ളൂ. എന്നെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട. എന്നാണ് പോകുന്നത്? അമേരിക്കയിൽ നിന്ന് ചില പേപ്പേഴ്സ് വരാനുണ്ട്. പോകുന്നതിന് മുൻപ് ഞാൻ വരാം. വേണ്ട, അത്രയും ക്രൂരമായി എന്നോട് പെരുമാറരുത്. ഒരു യാത്ര പറച്ചിലിന് പോലും നമ്മളിനി കാണരുത്. എല്ലാ കണക്കുകളും പറഞ്ഞു തീർത്ത് പിരിഞ്ഞതല്ലേ, പിന്നെന്തിനാ ഈ വരവ്? എവിടേക്കോ ചില പിശകുകൾ പറ്റി, അത് തിരുത്തണം. ഇനി എന്ത് തിരുത്താൻ? തെറ്റിയത് എനിക്കാണ്, നിങ്ങളെ വിശ്വസിച്ചു പോയത്. എല്ലാം മനസ്സിലാക്കി എന്നെ സ്വീകരിക്കാൻ ഒരാളുണ്ടായത് എന്റെ പുണ്യം. വലിയ കണക്കുകൂട്ടലുകളൊന്നും ഇല്ലാതെ സന്തോഷമായി കഴിയുന്ന ഒരു കുടുംബമുണ്ട് എനിക്ക്. ഉപദ്രവിക്കരുത്. വാദപ്രതിവാദത്തിനൊന്നും ഞാനില്ല. ഞാൻ വന്നത് നമ്മുടെ കുഞ്ഞിനെ കാണാനാണ്. നമ്മുടെ കുഞ്ഞോ? പണ്ടൊരിക്കൽ അബോട്ട് ചെയ്യാനുള്ള കാശ് തരാന്ന് പറഞ്ഞ ആളല്ലേ? മറന്നുപോയല്ലേ എല്ലാം? കഴിഞ്ഞതെല്ലാം നീ മറക്കണം. ഒരു സ്ത്രീക്ക് മറക്കാൻ കഴിയുന്ന പ്രവൃത്തികളാണോ നിങ്ങൾ എന്നോട് ചെയ്തത്? ഞാൻ വേണ്ട, നിങ്ങൾക്ക് പോകാം. മേലിൽ എന്നെ കാണാൻ വരരുത്. ഞാൻ എവിടെയായിരുന്നാലും. നിന്നെ കാണാതായപ്പോ ഞാൻ അയാളെയും സംശയിച്ചു. അപ്പോഴും നീ വരുമെന്ന് തന്നെ വിശ്വസിച്ചിരുന്നു അച്ഛൻ. അദ്ദേഹത്തിന് അറിയാമായിരുന്നോ? എല്ലാം. നമുക്ക് വേണ്ടി തോറ്റു തന്ന മനുഷ്യൻ, എന്റെ ദൈവം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. വേണ്ട, നീ ഒരിടത്തും പോണ്ട. നിന്നെ ഞാൻ ഒരിടത്തും വിടില്ല. എന്താ അമ്മ ഇത്? ഇനി ഞാൻ എന്നും അമ്മയുടെ കൂടെ തന്നെയല്ലേ? അവിടെ അദ്ദേഹം കാത്തിരിക്കുന്നുണ്ടാവും. ഞാനൊന്ന് കണ്ടിട്ട് വരാം. എങ്കിൽ പോയിട്ട് വാ. പിന്നെ തരപ്പെട്ടാൽ ഒന്ന് കാണണമെന്നുണ്ട്. അദ്ദേഹത്തോട് പറയൂ. ഞാൻ പറയാം.
അദ്ദേഹം പറയാം, വരൂ. ഇരിക്കൂ. ജീവൻ ഏൽപ്പിച്ച കാര്യം എന്തായി? എല്ലാം എനിക്കറിയാം, പറഞ്ഞോളൂ. ബട്ട് ഹു ആർ യു? ഞാൻ അദ്ദേഹത്തിന്റെ ബിനാമിയാണ്. സംശയിക്കണ്ട, പറഞ്ഞോളൂ. വിനോദിനെ ഞാൻ കണ്ടുപിടിച്ചു. ഈ ഞാൻ തന്നെയാ. യെസ്, വിനോദ്. ഐ മീൻ, എനിക്ക് അങ്ങനെ വിളിക്കാമല്ലോ. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെ കാണാനില്ലെന്നുള്ള കാര്യം വർമ്മ അറിയുന്നത്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്വന്തം മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അതീവ രഹസ്യമായി ആരംഭിച്ച ഒരു അന്വേഷണം. വർഷങ്ങൾ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ നിങ്ങളുടെ ആക്സിഡന്റിന്റെ ഡീറ്റെയിൽസ് കിട്ടി. അങ്ങനെ അഡ്വക്കേറ്റ് ലോറൻസിനെ കാണാൻ വർമ്മ വന്നു. മിസ്റ്റർ ലോറൻസ്, വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ കാർ തട്ടി ഓർമ്മശക്തി നഷ്ടപ്പെട്ട ആ പയ്യൻ വിനോദ്, ആ വിനോദ് തന്നെയല്ലേ ഈ ജീവൻ? ടെൽ മീ. നിങ്ങൾ ഈ പറയുന്ന വിനോദ് അല്ല അവൻ. അവൻ എന്റെ മകനാണ്, ജീവൻ. ഞാനിത് വിശ്വസിക്കണമെന്നാണോ? ലുക്ക് മിസ്റ്റർ ലോറൻസ്, ഐ നോ ദ ഹോൾ സ്റ്റോറി. വാട്ട് ബ്ലഡി സ്റ്റോറി? മിസ്റ്റർ ലോറൻസ്, അദ്ദേഹം എനിക്ക് അവനെ ഒന്ന് കണ്ടുകൂടെ? കാണാനും സംസാരിക്കാനും താനാരാ? ഞാൻ അവന്റെ അച്ഛനാണ്. എങ്കിൽ ആദ്യം അത് പ്രൂവ് ചെയ്യൂ. അല്ലാതെ അച്ഛനാണെന്ന് പറഞ്ഞ അവന്റെ പുറകെ മറ്റേ നടക്കാൻ തുടങ്ങിയാൽ ഐ വിൽ ബ്ലഡി കിൽ യു. മിസ്റ്റർ ലോറൻസ്, ടേക്ക് ഇറ്റ് ഈസി സർ. അന്നാണ് അദ്ദേഹം തളരുന്നത് ഞാൻ ആദ്യമായി കാണുന്നത്. ചെറുപ്പകാലത്ത് ചെയ്തുപോയ തെറ്റിന് വീണ്ടും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. നിങ്ങളെ എങ്ങനെയെങ്കിലും അറിയിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കില്ല. പുവർ മാൻ. അങ്ങനെ ധർമ്മസങ്കടത്തിലായ അദ്ദേഹം അന്ന് തിരിച്ചുപോയി. അങ്ങനെ ഇരിക്കെയാണ് ലോറൻസിൻ്റെ മരണം ഞാൻ അദ്ദേഹത്തെ അറിയിക്കുന്നത്. ഒരു അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് പറഞ്ഞു കൊടുത്ത ഐഡിയയുമായാണ് ഇത്തവണ അദ്ദേഹം വന്നത്. ഒരു ഭാഗ്യപരീക്ഷണം പോലെ. അദ്ദേഹം തിരിച്ചുപോയി. പ്രശസ്തനായ വളരെ തിരക്കുള്ള ഒരു സർജനാണ് അദ്ദേഹം. മാത്രമല്ല ഒരു കുടുംബമുണ്ട് അമേരിക്കയിൽ. വിഷമിക്കണ്ട, അദ്ദേഹം വീണ്ടും വരും. തന്നെ കാണാൻ തീർച്ചയായിട്ടും വരും. ഇന്നു മുതൽ അദ്ദേഹം എൻ്റെ പേരിൽ വാങ്ങിയിട്ടുള്ള എല്ലാ സ്വത്തുക്കളുടെയും ഏക അവകാശി താനായിരിക്കും. ഈ പേപ്പേഴ്സിൽ ഒന്ന് ഒപ്പിട്ടോളൂ. സംശയിക്കണ്ട, കമാൺ. തന്നെ ഏൽപ്പിക്കാൻ അദ്ദേഹം ഒരു കത്ത് തന്നിട്ടുണ്ട്. ഡിയർ സൺ, അങ്ങനെ ഒരിക്കലെങ്കിലും വിളിക്കുവാനുള്ള അതിമോഹം കൊണ്ട് ആ സ്വാതന്ത്ര്യം എടുക്കുകയാണ്. ഈ അച്ഛൻ തെറ്റുകാരനാണ്, സമ്മതിക്കുന്നു. പക്ഷെ തെറ്റ് തിരുത്തുവാനും പ്രായശ്ചിത്തം ചെയ്യുവാനും ഞാൻ ഒരുക്കമായിരുന്നു. നിന്റെ അമ്മ സമ്മതിച്ചില്ല. ഞാൻ പിൻവാങ്ങുന്നു. ഇതോടൊപ്പം ഞാൻ നിനക്ക് എഴുതി വെച്ചിട്ടുള്ള സ്വത്തുക്കളുടെ രേഖകളുണ്ട്. ഗുഡ് ലക്ക്. ടേക്ക് കെയർ ഡിയർ സൺ. യു വിൽ ഓൾവേസ് ബി ദെയർ ഇൻ മൈ പ്രേയേഴ്സ്. നിന്റെ അച്ഛൻ. May I see your identity card? You don't expect me to answer that, do you? Very good. നിങ്ങൾ വിജയിച്ചാൽ ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയൊരു സമ്മാനം.